ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. 100 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഇൻഡിഗോയുടെ ഒരു കുഞ്ഞൻ വിമാനത്തിലാണ് ഞാൻ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ദേവനഹള്ളിയിലുള്ള കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേയിൽ നിന്ന് ടെർമിനലിലേക്കുള്ള യാത്രയിലാണ്. സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇൻഡിഗോ സർവീസ് നടത്തുന്നത്. ഇതുവരെ പോയ യാത്രകളിലൊന്നും തന്നെ ഫ്ലൈറ്റ് ലേറ്റായതായി കണ്ടിട്ടില്ല. ദേവനഹള്ളി ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരത്തിലാണ്. പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പണ്ടുകാലത്ത് തീർത്തും ഒരു ഉൾനാടൻ ഗ്രാമമായിരുന്നു ദേവനഹള്ളി. കർണാടകത്തിൽ ഹള്ളി എന്നാൽ ഗ്രാമം എന്നാണ് അർത്ഥം. സിലിക്കൺ വാലി എന്ന് വിളിപ്പേരുള്ള ബാംഗ്ലൂരിനെ തൃപ്തിപ്പെടുത്താൻ പാകത്തിലുള്ളതാണ് ഈ എയർപോർട്ട്. കർണാടകക്കാർക്ക് മാത്രം സ്വന്തമായ ഒരു കന്നഡിക ടച്ചുണ്ട്. അത് ഈ എയർപോർട്ടിലും നമുക്ക് വ്യക്തമായി കാണാം. എന്ത് പുതുമയിലും നാടിൻ്റെ തനിമ, അതിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നാം അതിശയിച്ച് സ്തംഭിച്ച് നിന്നു പോകും ഈ വിമാനത്താവളത്തിന് ചുറ്റുമുള്ള മരങ്ങളും പൂച്ചെടികളുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഐ ലവ് ബാംഗ്ലൂർ. ശരിക്കും ഞാൻ ബാംഗ്ലൂരിനെ ഇഷ്ടപ്പെടുന്നു. നാടൻ വാഴയെപ്പോലും ഇവർ അലങ്കാരച്ചെടിയായി ഉപയോഗിച്ചിരിക്കുന്നു. ഒരു പാർക്ക് വിമാനത്താവളത്തിൽ എടുത്തുകൊണ്ട് വെച്ചതാണോ അതോ വിമാനത്താവളം പാർക്കിൽ എടുത്തുകൊണ്ട് വെച്ചതാണോ എന്നാണ് എൻ്റെ സംശയം. ഒരു നാട്ടിലെത്തിച്ചേർന്നാൽ ആ ദേശത്തിൻ്റെ പ്രാദേശിക ഭക്ഷണ രീതി നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രകൃതിയും സംസ്കാരവും എന്നതുപോലെ തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഭക്ഷണ രീതി. ഈ വിമാനത്താവളം കെട്ടിലും മട്ടിലും മാത്രമല്ല, അതിൻ്റെ പുറത്ത് വിന്യസിച്ചിരിക്കുന്ന അലങ്കാര വസ്തുക്കളിലും വ്യത്യസ്തത പുലർത്തുന്നു. എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത്തരം സ്റ്റാളുകളിലൊന്നും കയറുക അസാധ്യമാണ്. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റാണ് പല കടകളും. പക്ഷെ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഇത് ഒരു പ്രശ്നമേയല്ല. ഇത്തരം അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകൾ ഇവിടെ നിർബന്ധമാണ്. കാരണം IT കമ്പനികൾ വളരെ വലിയ ശമ്പളമാണ് ടെക്കികൾക്ക് നൽകുന്നത്. IT കമ്പനികൾ മാത്രമല്ല, വ്യവസായ രംഗത്തും കാർഷിക രംഗത്തും കർണാടകം വളരെയേറെ മുന്നിലാണ്. വിശാലമായ ഭൂമിയാണ് ഇവരുടെ ഏറ്റവും വലിയ കൈമുതൽ. ഒരേ തരത്തിലുള്ള ചെടികൾ കൂട്ടമായി നട്ടുവെക്കുന്നതാണ് ഇവരുടെ ഒരു രീതി. അവ ചെടികളായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പൂക്കൾ നിറയുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഹൈബ്രിഡ് ഇനത്തിലുള്ള ധാരാളം ചെടികളും വിത്തുകളും ഇവർ ഉപയോഗിക്കുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചെടികളെ ട്രിം ചെയ്ത് ഗ്രൂം ചെയ്ത് നന്നായി വെക്കുന്നുണ്ട് ഇവർ. പ്രകൃതിയാലുള്ള സൗന്ദര്യം ഈ എയർപോർട്ടിനേക്കാളും നമ്മുടെ കണ്ണൂർ എയർപോർട്ടിനാണ് കൂടുതൽ. ഇവിടെ ചെടികൾ ഇതുപോലെ വളരുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതിനുമൊക്കെ ഒരു കാരണം ഇവിടുത്തെ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. ഈ സെപ്റ്റംബർ മാസം മുതൽ നല്ല തണുത്ത കാലാവസ്ഥയായിരിക്കും ബാംഗ്ലൂരിൽ. ചെറിയ ചാറൽ മഴ ഉണ്ടാവും. കുടയുടെ ആവശ്യം വരികയേയില്ല. ചെറിയ ചാറ്റൽ മഴ, പകലിലെ തെളിഞ്ഞ വെയിൽ, അതുപോലെ ഈ തണുത്ത കാലാവസ്ഥയും ആയിരിക്കും ഇങ്ങനെ പൂക്കാൻ ചെടികളെ സഹായിക്കുന്നത്. പെൻഷനേഴ്സ് പാരഡൈസ് എന്നാണ് ബാംഗ്ലൂർ അറിയപ്പെടുന്നത്. ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഈ എയർപോർട്ടും പരിസരവും നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബോൺസായി ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ കാണുന്നത്. ഈ ബോൺസായി മരങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക കലയാണ്. വൻമരങ്ങളായി വളരേണ്ട തൈകളെ ഭക്ഷണം ക്രമീകരിച്ചിട്ടും അതിൻ്റെ വേരുകൾ അറുത്തുമാറ്റിയിട്ടുമാണ് ഈ ബോൺസായിയായി നിലനിർത്തുന്നത്. 30-40 വർഷമുള്ള ഇത്തരം മരങ്ങൾക്ക് ഏതാണ്ട് 2 അടിയോ 3 അടിയോ ഉയരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സാധാരണ നിലയിൽ വളരാൻ വിട്ടാൽ ഇവർ 40 വർഷം കൊണ്ട് ആകാശം മുട്ടെ വളർന്ന് പന്തലിച്ചിരിക്കും. ഇന്നാട്ടിൽ കാണുന്ന പൂക്കൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയും വലിപ്പവും റിച്ച് കളറും വരാൻ കാരണം എന്ന് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മേത്തരം വിത്തുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കണം ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ കാണുന്ന ജീവനക്കാർക്കൊന്നും മുഖത്ത് ഒരു സൗഹൃദ ഭാവമൊന്നുമില്ല.
ഇവിടുത്തെ കടകൾ ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ കടലാസ് ചെടിയാണ് ഈ കാണുന്നത്. അവ കൂട്ടമായി അങ്ങനെ പൂത്തു നിൽക്കുന്നു. സൗന്ദര്യമെന്ന വാക്ക് തന്നെ ഉടലെടുത്തത് പൂക്കളിൽ നിന്നായിരിക്കും, പൂമ്പാറ്റകളിൽ നിന്നും. ഒറ്റ പൂമ്പാറ്റയെ പോലും ഇവിടെങ്ങും ഞാൻ കണ്ടില്ല. കഫേ കോഫി ഡേയുടെ ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത്. ഈ പേര് കുറച്ചുനാൾ മുമ്പ് പത്രങ്ങളിൽ നാം വായിച്ചിരുന്നു. ഈ സാമ്രാജ്യമൊക്കെ വിട്ടെറിഞ്ഞ് ഇതിൻ്റെ ഉടമ പുഴയിൽ ചാടി മരിച്ചതായിട്ട്. മനുഷ്യ മനസ്സ് അങ്ങനെയാണ്. ഏത് നിമിഷത്തിൽ എന്താണ് തോന്നുക എന്നത് മുൻകൂട്ടി പറയാനാവില്ല, പ്രവചിക്കാനാവില്ല. ഈ കാണുന്നതിനെ വിവരിക്കണമെങ്കിൽ പൂക്കളുടെ ഒരു പെരുമഴക്കാലം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വിമാനത്താവളത്തിൻ്റെ മുന്നിലുള്ള അവസ്ഥ ഇതാണെങ്കിൽ ലാൽബാഗ് പോലെയുള്ള ഒരു വലിയ ഉദ്യാനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഇതിനെ പെരുമഴയെന്ന് വിളിച്ചാൽ അതിനെ സുനാമി എന്ന് വിളിക്കേണ്ടി വരും. പൂക്കളുടെ സുനാമി. നല്ല തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നാണ് ബാംഗ്ലൂരിലെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലേക്കും വിമാന സർവീസ് ഉണ്ട്. മിക്കവാറും എല്ലാ പ്രധാന അന്താരാഷ്ട്ര വിമാന കമ്പനികളും ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. വിമാനയാത്രയുടെ നിരക്ക് പരിശോധിച്ചാൽ പലപ്പോഴും നമ്മുടെ പരിസരങ്ങളിലുള്ള മറ്റ് എയർപോർട്ടുകളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും യാത്രികർ ഈ വിമാനത്താവളത്തെ ആശ്രയിക്കുന്നത്. ഏറ്റവും നല്ല അടിസ്ഥാന സൗകര്യമുള്ള ഒരു എയർപോർട്ടാണ് കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്. AD 1521 കാലഘട്ടത്തിൽ മാഗഡി രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു കെമ്പഗൌഡ. കെമ്പഗൌഡ കർണാടകക്കാരുടെ ആരാധ്യ പുരുഷനാണ്. ചെടികളെ കൊണ്ട് എന്തെല്ലാം അലങ്കാരം നടത്താനാവുമോ അതൊക്കെ ഇവിടെ പരീക്ഷിക്കുന്നുണ്ട്. വള്ളിച്ചെടിയിലെ ഈ പൂക്കളെ ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. പൂക്കളെ ഇങ്ങനെ നോക്കി നിന്നാൽ നാം നമ്മെ തന്നെ മറന്നു പോകും. ഇത് ഒരു ഇലച്ചെടിയാണ്. കൂട്ടമായി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അവയ്ക്ക് നല്ല ഭംഗിയുണ്ട്. കാട് മൂടിക്കിടക്കേണ്ട വഴികളെല്ലാം ഇവർ ചെടികളും പൂക്കളും നിറച്ച് ഇങ്ങനെ ഭംഗിയായി വെച്ചിരിക്കുന്നു. വസന്തം യൗവനത്തിൻ്റെ പ്രതീകമാണ്. ഈ പൂക്കളെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പൊയ്പോയ യൗവനം മനസ്സിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് തോന്നുക. ബാംഗ്ലൂർ സീരീസിൽപ്പെട്ട കുറച്ച് വീഡിയോകൾ കൂടി അടുത്ത ദിവസങ്ങളിലായി വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.